ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലേക്ക് സമാനതകളില്ലാത്ത ക്രൂരതകളും മനുഷ്യത്വ വിരുദ്ധതയും നടത്തിയ ഇസ്രായേലിന് ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ തിരിച്ചടിയും സമാനതകളില്ലാത്ത അതിഭയാനകമായ തിരിച്ചടിയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ തെളിയിക്കുകയാണ്. ഇത്രയും നാൾ ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല, ഇസ്രായേലിനൊന്നും സംഭവിക്കുകയില്ല, ഇസ്രായേൽ എല്ലാത്തിനും മേലെയാണ് എന്നൊക്കെ ഉറക്കത്തിൽ പോലും ജപിച്ചു കിടന്നിരുന്ന കുറെ എണ്ണത്തിന്റെ കുരുപൊട്ടുന്ന വീഡിയോയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഇസ്രായേലിനുണ്ടായിരിക്കുന്ന തിരിച്ചടികൾ അതിഭയാനകമാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒന്നൊന്നായി തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി മെയിൽ എന്ന ഇംഗ്ലീഷ് മാധ്യമം, ബ്രിട്ടീഷ് മാധ്യമം, അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം മാധ്യമ പ്രവർത്തകർ അന്താരാഷ്ട്ര വാർത്തകൾക്കായി ആശ്രയിക്കുന്ന ഒരു മാധ്യമമാണ്. ആ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട 5 താവളങ്ങൾ തവിട് പൊടിയാക്കി കളഞ്ഞു എന്നാണ്. നോക്കുക, ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല, ഇസ്രായേലിനൊന്നും സംഭവിക്കുകയില്ല. ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ അയച്ച മിസൈലുകളൊക്കെ ആകാശത്ത് വെച്ച് ഇസ്രായേൽ പൊട്ടിച്ചു കളഞ്ഞു. നമ്മളൊക്കെ പറയുന്നത് നുണയാണ് എന്ന് ആഞ്ഞിരുന്ന് തള്ളുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിവരം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഓറിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റ ഉദ്ധരിച്ചാണ് ആക്രമണ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ 5 പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ തകർന്നത് മാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായ ആക്രമണ പ്രത്യാക്രമണങ്ങളിലും ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ വലിയൊരു പതനത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറാനിലേക്ക് ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ഞങ്ങൾക്കെതിരായ ഭീഷണികൾ അവസാനിപ്പിക്കുന്നത് വരെ ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ തുടരും, ഞങ്ങൾ യുദ്ധം തുടരും, ഞങ്ങൾ ഒരിക്കലും ഇത് അവസാനിപ്പിക്കില്ല, ഞങ്ങൾക്കെതിരായ ഭീഷണികൾ അവസാനിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിമിഷം വരെ ഞങ്ങൾ യുദ്ധം തുടരും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ അമേരിക്കയോട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യപ്പെടുന്നു. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും 18,000 കോടിയുടെ വലിയ സന്നാഹങ്ങൾ, 13,000 കിലോ വരുന്ന വലിയ ബോംബുകൾ, ഇതുവരെ പരീക്ഷിക്കാത്ത വലിയ ബോംബുകൾ ഒക്കെ ഒരു പാറമട പൊട്ടിക്കുന്നതിന് സമാനമായ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ